ഹലോ, അപ്പം ഞാൻ ഇപ്പം നേരത്തെ ഗെറ്റ് റെഡി വിത്ത് മീ കേട്ടില്ല. അപ്പോൾ ഇതെവിടെ പോകാനാണ് എടുത്തതെന്നൊക്കെ കാണിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. പിന്നെ ഞങ്ങൾ ആലപ്പുഴ മുല്ലയ്ക്കൽ അമ്പലത്തിൽ സുരേഷ് ഗോപി വന്നിട്ടുണ്ടായിരുന്നു. നിറച്ച് ജനങ്ങളായിരുന്നു. അപ്പം നമുക്ക് സുരേഷ് ഗോപിനെയൊക്കെ കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ കുറേ ജനങ്ങൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ആർക്കും ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. അമ്പലമൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ സുരേഷ് ഗോപിനൊക്കെ കാണാൻ വേണ്ടി പറ്റി. പിന്നെ ഭയങ്കര ചൂടായിരുന്നു. ജനങ്ങളൊക്കെ നമ്മുടെ ചുറ്റും ജനങ്ങളായിരുന്നു. അപ്പം കാല് വെക്കാൻ പോലും നമുക്ക് സ്ഥലമില്ലായിരുന്നു. ഫുൾ ജനങ്ങളായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുപാട് നേരമൊന്നും അവിടെ നിന്നില്ല. അപ്പം ഞങ്ങൾ നേരെ ഇപ്പം എല്ലായിടത്തും തൊഴാൻ വേണ്ടി പോയി. അപ്പം തൊഴുത് വന്നപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് ഞങ്ങളെ കണ്ട് പോയ സ്ഥലമാണിത്. കുറേ കുട്ടികളൊക്കെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുട്ടി എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ദേവിയുടെ ആണിത്. നല്ല ഭംഗിയുണ്ട്. ആ ദേവീൻ്റെ ചുറ്റും അലങ്കരിച്ച് നല്ല ഭംഗിയുണ്ട്. നമുക്കവിടെ കണ്ടു നിൽക്കാൻ പോകാൻ വേണ്ടി തോന്നില്ല. പിന്നെ അവിടെയൊക്കെ അമ്പലമൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ചു. അപ്പം ഞാൻ വീണ്ടും കാണുമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ നടയിലൊക്കെ തൊഴുതു. അപ്പം അങ്ങനെ അമ്പലവും കണ്ടു. നിങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റും. മേളത്തെ ലൈറ്റും ഇതൊക്കെ. പിന്നെ ഒരു പ്രാവ്. അപ്പം ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ചേച്ചിയില്ല. അപ്പം എൻ്റെ ചേച്ചി ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പം എൻ്റെ ചേച്ചിക്ക് ഇന്നൊരു വർക്കുണ്ട്. അപ്പം അതുകൊണ്ട് ചേച്ചി വർക്കിന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തലേന്ന് വർക്ക് കൊണ്ട് കല്യാണ വർക്കും ചേച്ചിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഒരു ശിവൻ്റെ ഇങ്ങനെ കണ്ടു. ശിവൻ ഇങ്ങനെ കറങ്ങുന്ന രീതിയിൽ. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും പിന്നെ സ്കൂളിൽ പഠിക്കുന്ന ആ കുട്ടിയുടെ ചേച്ചീനെയൊക്കെ കാണാൻ വേണ്ടി പറ്റി. അപ്പം കണ്ടു ഇങ്ങനെ കറങ്ങിയൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് നേരം നമുക്ക് ആ ശിവനെയും മറ്റേ ദേവീനെയൊക്കെ ഇരിക്കാൻ വേണ്ടി പറ്റി. പിന്നെ അവിടെ എന്തൊക്കെ ഇങ്ങനെയൊക്കെ പ്രോഗ്രാമും കാര്യമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോൾ നല്ല ജനമായിരുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ നിറച്ച് വണ്ടി. ഞങ്ങൾക്ക് ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരുന്നു. കടത്തി വിടുന്നില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ മുല്ലക്കച്ചിറപ്പിനെക്കാട്ടും ജനമുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, മുല്ലക്കച്ചിറപ്പിന് വരുന്ന കടകൾ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നല്ല കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ്. കറക്റ്റ് മുല്ലക്കച്ചിറപ്പ് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഞങ്ങൾ താഫ് റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാൻ വേണ്ടിയിട്ട് താഫ് റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്നു. അപ്പം അങ്ങനെ അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പോയത് ഞങ്ങൾ അപ്പം അങ്ങനെ എന്നെ കാണിക്കണമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ കറിയാണ്. ചിക്കൻ കറി സ്പൈസ് ഉണ്ടായിരുന്നു. ചെറിനാട് ചിക്കൻ കറി അങ്ങനെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ കറിയെ സത്യം പറഞ്ഞ് ഞങ്ങൾക്ക് 1 പ്ലേറ്റ് ചിക്കൻ കറി മതിയായിരുന്നു. ആദ്യം 3 പ്ലേറ്റ് ചിക്കൻ കറി എടുക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കനിലേക്ക് വന്ന് പിന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് മതിയായുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ടാറ്റാ.